ആർ ശ്രീലേഖ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷ, ഇപ്പോൾ ശാസ്തമംഗലം കൗൺസിലറുമാണ്. ആ ശ്രീലേഖ ജയിലഴിക്കുള്ളിലേക്ക് പോവുകയാണ്. വട്ടിയൂർക്കാവ് ശ്രീലേഖ സ്ഥാനാർത്ഥിയാകും എന്നൊക്കെയാണ് ഇതുവരെ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിനു മുൻപേ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നാൽ പോലും സ്ഥാനാർത്ഥിയാകാൻ പറ്റാത്ത രീതിയിലേക്ക് ശ്രീലേഖ മാറണം. ശ്രീലേഖയെ എങ്ങനെയെങ്കിലും ജയിലിൽ അടയ്ക്കണം. ഇതാണ് ചിലരുടെ ലക്ഷ്യം. അതായത് ശ്രീലേഖ വട്ടിയൂർക്കാവിൽ നിന്നാൽ ജയിക്കുമോ എന്നുള്ള ഭയം. അതിനവർ കണ്ടെത്തിയിരിക്കുന്ന പുതിയ വഴി എന്ന് പറയുന്നത് ശ്രീലേഖയ്ക്കെതിരെ പോക്സോ കേസ് ചുമത്തിയിരിക്കുകയാണ്. ഈ പോക്സോ കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിക്കുകയോ ബലാത്സംഗം ചെയ്യുകയോ അത്തരത്തിൽ എന്തെങ്കിലുമാണ് എന്നുള്ളതാണ്. ഒരു DGP ആയിരുന്ന, കേരളത്തിലെ ആദ്യ വനിതാ DGP ആയ ഒരാൾ ഇത്തരത്തിൽ ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ ഉദിക്കും. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളാണ് നമ്മളെയൊക്കെ ഇത് ഫാബ്രിക്കേറ്റ് ചെയ്ത, അതായത് പെട്ടെന്ന് ഈ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചിലർക്ക് അങ്ങനെ ചില അസുഖങ്ങളുണ്ടല്ലോ, അത്തരത്തിൽ ചിലർ ഉണ്ടാക്കുന്ന കരുനീക്കങ്ങളാണ് ഇതെന്ന് മനസ്സിലാവുന്നത്. എങ്ങനെ കാണാം സാർ ഇതിനെ? അതായത് ഈ പോക്സോ കേസെന്ന് കേട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഈ എപ്സ്റ്റീൻ ഫയലിലെ പോലെ എന്തെങ്കിലും സംഭവമാണെന്ന് കരുതേണ്ട കാര്യമില്ല. ഈ പോക്സോ കേസ് നേരിട്ട പല അവതാരകരും ഇന്ന് പൂർവാധികം ശക്തിയായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൊന്നാണ് റിപ്പോർട്ടർ ചാനലിലെ മൊട്ട എന്ന് ജനങ്ങൾ പ്രിയപ്പെട്ട പേരിട്ട് വിളിക്കുന്ന അരുൺകുമാറിൻ്റെ പേരിലെ ഒരു സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് ഒരു സ്കൂൾ കുട്ടിയെ സ്വന്തം മണവാട്ടിയായിട്ട് പറയാൻ മടിയില്ലാത്തൊരു റിപ്പോർട്ടറെ വെച്ച് പരിപാടി നടത്തി. അതിൻ്റെ വിവരമില്ലായ്മ, വിവരശൂന്യത, അതിൻ്റെ പേരിൽ പോക്സോ കേസ് ഉണ്ടായിരുന്നു. 17 വയസ്സ് 15 വയസ്സായിട്ട് നമുക്ക് ഓമനിക്കാൻ തോന്നുന്ന ഒരു കുട്ടിയെ തൻ്റെ മണവാട്ടിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്ന ആ മനുഷ്യത്വരാഹിത്യം, ആ നികൃഷ്ടത, ചെറ്റത്തരം, അതിൻ്റെ പേര് ചെറ്റത്തരം, സാമൂഹികമായ ചെറ്റത്തരം, ധാർമ്മികമായ ചെറ്റത്തരം തന്നെ, സംശയമൊന്നുമില്ല. അങ്ങനെ തന്നെ ശിക്ഷിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് യാതൊരു കുഴപ്പമില്ലാതെ അവിടെ ഇരിപ്പുണ്ട്. ഇതിന് ആസൂത്രണം ചെയ്ത അരുൺ കൂടെ ഇരുന്നാണ് കാര്യം കൃത്യം നിർവഹിച്ചത്, ഒരു ഉളുപ്പുമില്ലാതെ. ഇതിനൊക്കെയാണ് ഇന്ന് ആ സദാചാര പ്രസംഗം നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ വേണം, ഇങ്ങനെ വേണം, വെജിറ്റേറിയൻ പോരാ, നോൺ വെജിറ്റേറിയൻ വേണം എന്നൊക്കെ പറഞ്ഞ് വാചകം അടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി അവിടെ ഇസ്രായേലിൽ പോയത് ഇങ്ങനെ വേണം, ഇടത്തുകാൽ ഇവിടെ വെക്കണം, വലത്തുകാൽ അവിടെ വെക്കണം, അവനാണ് പറഞ്ഞു കൊടുക്കുന്നത്. സൂപ്പർ പ്രധാനമന്ത്രി. രണ്ടാമത്തേത് എന്ന് പറയുന്നത് വിനു വി ജോണിനെ കുറിച്ച്. വിനു വി ജോണിന് ഇതുപോലെ എന്തോ ഒരു പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു ആക്ഷൻ നടത്തി. അത് വളരെയധികം വിമർശിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം. ഒരു കേസുമില്ല. അദ്ദേഹം ഇന്നും പ്രധാന അവതാരകനായിട്ടും ഒക്കെ പ്രൈം ടൈമിൽ നമ്മൾ കാണാറുണ്ട്. മറ്റുള്ളവരെല്ലാം ഉപദേശിച്ചുകൊണ്ടും മറ്റുള്ളവർ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഉപദേശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, DGP ആയിരുന്ന ഒരു വനിതയാണ്. തീർച്ചയായിട്ടും അവർ ഈ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്നൊരു മിസ്റ്റേക്ക് പറ്റിയതായിരിക്കില്ല. ഒരു പക്ഷേ എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു സംശയം, ഞാൻ ഇനി അത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പോക്സോ കേസുകളിൽ ഇത്ര വർഷത്തേക്കായി ഉള്ള ഒരു എക്സംഷനായിരിക്കും പേരുകൾ പറയുന്നതിലുണ്ടാവുക. ഒരു കൃത്യ വർഷം കഴിയുമ്പോൾ ആ കുട്ടികൾ പ്രായപൂർത്തിയാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പേരുകൾ പറയുന്നത് കൊണ്ട് അവർക്ക് ദോഷം ഉണ്ടാവുകയില്ല. ഇപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കല്യാണത്തിനും കുടുംബജീവിതത്തിനും അതൊരു വലിയ തടസ്സം. പിന്നെ ആളുകളെ അഭിമുഖീകരിക്കുമ്പോൾ സമൂഹത്തിൽ അവളിനെ വലിയ തീക്ഷ്ണമായിട്ടുള്ള, നമ്മുടെ സമൂഹമാണല്ലോ സദാചാര പ്രവർത്തകരുടേതായിട്ടുള്ള കുറ്റമല്ല ഇവരുടേത്, ചെയ്തവർക്കൊരു കുറ്റവുമില്ല, അവർ മിടുക്കന്മാരെന്നുള്ള മട്ടിൽ, ഇവൾ പിഴയാണെന്നുള്ള മട്ടിലുള്ള പരാമർശങ്ങൾ വരാനും അതൊഴിവാക്കാൻ വേണ്ടി മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് ആ നിയമത്തിൽ അത് ചേർത്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ഇനോക്കുലേറ്റഡാണ്, ഇമ്മ്യൂണായി കഴിഞ്ഞു. കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്ന് പറയുന്ന പോലെ അവർക്ക് ഇത് ഇപ്പം നമ്മൾ എടുക്കുന്ന കേസിൽ അവർ പറഞ്ഞതായിട്ട് പറയപ്പെടുന്ന പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയാണ്. അവരിപ്പോൾ ഒരു മിക്കവാറും അതങ്ങനെയായിരുന്നു, മരണപ്പെട്ട ഒരാളിൻ്റെ പേര് പറയുന്നത് കൊണ്ട് വലിയ ഉണ്ടാവുമോ, സാമൂഹിക ആഘാതം, എനിക്ക് നിയമത്തിൻ്റെ വശങ്ങൾ അറിയില്ല, പക്ഷേ സാമൂഹിക ആഘാതം ഉണ്ടാക്കാനിടയില്ലാത്തതാണ്. അതുപോലെ കിള്ളിയൂർ കവിയൂർ കേസുകൾ, ആ കേസുകളിൽ ഇപ്പോൾ ആ കുട്ടികളൊക്കെ വളരെ പ്രായമായി, ഏറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇവ സമൂഹമൊക്കെ രണ്ടുപേരും മരിച്ചതാ.
ആ കുട്ടികളെ നിർഭയ ഇരിക്കേണ്ട കേസും സമയം കഴിഞ്ഞു. അതും ഇരകളുടെ പേര് വെളിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അതും മരിച്ചു കഴിഞ്ഞ മരണമാണ്. ആൾക്കാരുടെ മരിച്ചു നിർഭയ കേസും മരണമാണ്. അതെ, ആ മാനദണ്ഡപ്രകാരം മരിച്ചുപോയ ആൾക്കാരുടെ പേര് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്നുള്ള ഒരു മാനദണ്ഡം വെച്ചായിരിക്കും ഇത് ചെയ്തത്. അപ്പോൾ ഇതിൽ മൂന്നും കോമൺ ആയിട്ട് വരുന്നത് മരിച്ച ആളുകളെ, ജീവിച്ചിരിക്കുന്ന ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല. പറ്റേണ്ടതിൻ്റെ അവസാനം വരെ അവർക്ക് പറ്റിക്കഴിഞ്ഞു. ഇനി അവർക്ക് പീഡിപ്പിക്കാൻ കഴിയില്ല, അവരെ പഴിചാരാൻ കഴിയില്ല, അവരുടെ കുറ്റം പറയാൻ കഴിയില്ല, അവരെ വിമർശിക്കുകയും ഇതാണെന്നും പറഞ്ഞ് കളിയാക്കാൻ പറ്റാത്ത ലോകത്തേക്ക് അവർ പോയി കഴിഞ്ഞു. ഇത് പരാതി നൽകിയിരിക്കുന്നത് സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി നൽകിയ പരാതിയിലാണ് കേസ്. സൊസൈറ്റി അല്ല, സൊസൈറ്റിയിലുള്ള ഒരു വ്യക്തി കൊടുത്തതാണ്. ചുമ്മാ സൊസൈറ്റികളൊക്കെ തട്ടിക്കൂട്ടാൻ വലിയ പ്രയാസം. അപ്പൊ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ സമയത്ത് പറയുന്നത്. അതിജീവിതയുടെ പേര് വിവരം പരസ്യപ്പെടുത്തരുത് എന്ന നിയമത്തെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന പ്രതി അതിന് വിപരീതമായി തന്റെ വ്ലോഗിലൂടെയും യൂട്യൂബ് ചാനലുകളിലൂടെയും ഇരകളുടെ പേര് വിവരം പരസ്യപ്പെടുത്തിയെന്നാണ് FIR-ൽ പറയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലത്ത് നിന്നുള്ള BJP കൗൺസിലറാണ് ശ്രീലേഖ. പോലീസിന്റെ ഭാഗത്തു നിന്നും നീതിയുക്തമായ അന്വേഷണം നടക്കുമെന്ന വിശ്വാസം തനിക്കില്ലെന്നാണ് സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി സെക്രട്ടറി R. ജയചന്ദ്രൻ പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ 5-നാണ് താൻ പോലീസിനെ സമീപിച്ചത്. കൂടുതൽ തെളിവുകളുമായി ഒക്ടോബർ 7-ന് സ്റ്റേഷനിലെത്തി വീണ്ടും പരാതി നൽകി. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകില്ലെന്ന് കണ്ടതോടെ സിറ്റി പോലീസ് കമ്മീഷണർക്കും DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുകയായിരുന്നു. മുഖ്യമന്ത്രി പരാതി അന്വേഷണത്തിന് വിട്ടിരുന്നു. എന്നാൽ പോലീസ് ഈ കേസ് തേച്ച് മാച്ച് കളയാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലായതിനു ശേഷം ഒക്ടോബർ 24-ന് കോടതിയെ സമീപിക്കുകയായിരുന്നു എന്നാണ് ഈ പരാതിക്കാരൻ പറയുന്നത്. വല്ലാത്തൊരു കണ്ടുപിടുത്ത പരാതിയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. പോലീസ് കേസെടുക്കാതിരിക്കാൻ കാര്യം മരിച്ചു കഴിഞ്ഞ ആൾക്കാരാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താ അപമാനം, ഡിഫൈമേഷന്. ഇപ്പൊ എനിക്ക് അങ്ങേയറ്റം ചെയ്തു കഴിഞ്ഞില്ലേ, സമൂഹത്തിനോ പോലീസിനോ ഒന്നും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് അതിന് അങ്ങനെ ഒരു എക്സംഷൻ ഉണ്ടാവണം. അല്ലെങ്കിൽ ശ്രീലേഖയെ പോലെ ഒരാൾ, പ്രത്യേക ഒരു സ്ത്രീയാണ് അവർ, ഒരിക്കലും അങ്ങനെ പറയില്ല. അങ്ങനെ ഒരു അബദ്ധം അവർക്ക് പറ്റാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അത് കുറച്ചുകൂടെ റിസർച്ച് ചെയ്തിട്ട് നമുക്കതിൻ്റെ നിയമവശങ്ങൾ, നിയമോപദേശം നിയമവിദഗ്ധനിൽ നിന്ന് തന്നെ നമുക്കത് സ്വീകരിച്ചുകൊണ്ട് ഈ കേസിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കാവും. പോലീസ് കേസെടുത്തില്ലെങ്കിൽ പിന്നെ അതിൽ നിയമപരമായിട്ട് ലംഘനമില്ലെന്നുള്ളത് കൊണ്ടായിരിക്കും കേസെടുക്കാതെ. കോടതി എന്ത് പറയുമെന്നും നമുക്ക് കാത്തിരിക്കാം. എനിക്ക് തോന്നുന്ന മിക്കവാറും ഇത് തള്ളിപ്പോകുന്ന കേസ് തന്നെ. അതെ, തീർച്ചയായിട്ടും. കാരണം പോലീസിനെ സംബന്ധിച്ച് ആഭ്യന്തരം CPM മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ കയ്യിലാണ്. ഇങ്ങനെ ഒരു കേസ് കിട്ടുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടം കൂടി ആകുമ്പോൾ അവരൊരു മുതലെടുപ്പിന് ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ ഈ കേസ് അവരുടെ കയ്യിൽ പോലും ഈ പരാതി എത്തിയിട്ട് അതിൽ കൃത്യമായ ഒരു തീരുമാനം ില്ല എങ്കിൽ ഇതിൽ കഴമ്പില്ല എന്ന് അവർക്ക് തോന്നിയിട്ടാണ് കോടതിയെ സമീപിച്ചാലും. ശ്രീലേഖ എന്ന് പറയുന്ന നിയമം അരച്ചു കലക്കി കുടിച്ച ഒരു വനിതാ DGP ആണ് അവർക്ക് കൃത്യമായ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് ഈ കേസ് മുന്നോട്ട് പോകില്ല. അറിയാവുന്ന നിയമത്തെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ അതിന് ലംഘിക്കുന്ന തരത്തിൽ ഒന്നും ചെയ്യില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ചില ഇപ്പോൾ ശ്രീലേഖയ്ക്കെതിരെ പോസ്കോ കേസ് സ്വാഭാവികമായും നമ്മുടെയൊക്കെ ശ്രദ്ധ അതിലേക്ക് പോയി, എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ജനങ്ങളുടെ മുന്നിൽ ഇവർ ഇത്തരക്കാരിയാണ് എന്നുള്ള ഒരു എന്താ പറയുക ഇമേജ് ഉണ്ടാക്കിയെടുക്കാനായി ചില കുതന്ത്രങ്ങൾ മെനയുകയാണ് ഇതിലൂടെ എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതെ, സത്യം. അത് അവരെ എങ്ങനെ ചെളിവാരി അറിയാം, അവരുടെ ഇമേജ് എങ്ങനെ വികൃതമാക്കാമെന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ട് കണ്ടുപിടിച്ചതാണ് ഈ കാര്യം. ശ്രീലേഖ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഈ കാര്യത്തിൽ നിയമം മരിച്ച പ്രതികൾ. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ജീവിച്ചിരിക്കുന്ന പോക്സോ കേസിലെ അതിജീവിതകളുണ്ട്. അവരുടെ ഒന്നും പേര് ഇതിൽ പരാമർശിച്ചിട്ടില്ല. അപ്പോൾ വിവേകപൂർവ്വം ചെയ്ത ഒരു കാര്യമാണെന്ന് മാത്രമേ ധരിക്കാൻ വകയുള്ളൂ. ഇത്രയും യൂട്യൂബ് എക്സ്പീരിയൻസ് ഉള്ള യൂട്യൂബറായിട്ടുള്ള ശ്രീലേഖയ്ക്ക് അവിടെ അബദ്ധം പറ്റി കാണാനുള്ള സാധ്യത തീർച്ചയായിട്ടും അവർ മാതൃകയാവേണ്ട ആൾ തന്നെയാണ്. പറ്റി കാണുകയില്ല എന്നുള്ളത് തന്നെയാണ്. ശ്രീലേഖയുടെ പ്രതികരണം വേണം, നിയമവിദഗ്ധരുടെയും പ്രതികരണം ഉണ്ടെങ്കിലേ നമ്മുടെ ഈ ടോക്ക് സമ്പൂർണ്ണമാവുകയുള്ളൂ.